കേരള കോൺഗ്രസിന് മുന്നണി മാറ്റത്തിൽ പ്രതീക്ഷയർപ്പിക്കേണ്ട ഒരു കാര്യവുമില്ലെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചിട്ടുണ്ടെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി. ആശയപരമായി യോജിക്കുന്നവർ വന്നാൽ മുന്നണിയിലെടുക്കുമെന്നാണ് പൊതു തീരുമാനമെന്നും കേരള കോൺഗ്രസിനോട് ആശയപരമായി വിയോജിപ്പില്ല എന്നും കുഞ്ഞാലിക്കുട്ടി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഞങ്ങളുടെ നെക്സ്റ്റ് അജണ്ടയിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് ഇൻഡസ്ട്രി കോൺക്ലേവ് ആണിപ്പോൾ. ഞങ്ങളുടെ ആൾട്ടർനേറ്റീവ് അജണ്ട തയ്യാറാക്കാനുള്ള ഹെൽത്ത് കോൺക്ലേവ്, അതുപോലെയുള്ള എഡ്യൂക്കേഷൻ കോൺക്ലേവ്, ഇപ്പോൾ ഇൻഡസ്ട്രി കോൺക്ലേവ്. ഞങ്ങളൊരു കേരളത്തിൻ്റെ ഇപ്പോൾ സോൾവ് ചെയ്യേണ്ട പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒരു നല്ല ആൾട്ടർനേറ്റീവ് അജണ്ട പ്രിപ്പയർ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഇത് UDF മുൻകൈയെടുത്ത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉടനെ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് കൊച്ചിയിൽ ഇന്ന് നടക്കുന്ന ഇൻഡസ്ട്രി കോൺഫറൻസാണ്. ഞങ്ങൾ തികഞ്ഞ കോൺഫിഡൻസിലാണ്. ഞങ്ങളുടെ കോൺഫിഡൻസിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തുടർച്ചയായ വിജയങ്ങളാണ്. ഉപതെരഞ്ഞെടുപ്പ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പ് ബാക്കിയിരിക്കെ നടന്ന ഞങ്ങൾക്ക് ഏറ്റവും പ്രതികൂലമാവേണ്ടിയിരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അത്രയും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കേരള കോൺഗ്രസിൻ്റെ കാര്യം ചോദിക്കുന്നു. അല്ല, എനിക്ക് ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരു തുടക്കമുണ്ടെങ്കിൽ എനിക്കൊരു തുടക്കമുണ്ട്. കേരള കോൺഗ്രസിൻ്റെ കാര്യം ചോദിക്കുന്നു. ശരിയാണ്, ചോദ്യം പ്രസക്തമാണ്. ഇന്നലെ സംഭവിച്ചതല്ലേ? എന്താ സംഭവിച്ചത്? കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു പൊതുനിലപാടെടുത്തിരുന്നു. ആശയപരമായി യോജിക്കുന്ന കക്ഷികൾക്കും വ്യക്തികൾക്കും അതുപോലെ തന്നെ പൊതുരംഗത്തുള്ള സോഷ്യൽ ഗ്രൂപ്പുകൾക്കൊക്കെ UDF ആയിട്ട് സഹകരിക്കാം എന്നുള്ളത്. ചിലരൊക്കെ ഇതിനിടക്ക് സഹകരിക്കുകയും ചെയ്തു. ഇപ്പോഴും ആ സഹകരണം തുടരുന്നുണ്ട്. ആ കൂട്ടത്തിൽ കേരള കോൺഗ്രസിൻ്റെ കാര്യം ചർച്ചയായി. സ്വാഭാവികം, മീഡിയ ചർച്ചയാക്കി എന്ന് ഞാൻ പറയുന്നില്ല, ചർച്ചയായി. ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾ കേരള കോൺഗ്രസിൻ്റെ കാര്യം ഞങ്ങൾ ചോദിച്ചപ്പോഴൊക്കെ അത് വേറെ മുന്നണിയിലിരിക്കുന്ന കക്ഷിയല്ലേ, അതുകൊണ്ട് അവർ തീരുമാനിക്കുമ്പോഴല്ലാതെ അതുണ്ടാവോ എന്നല്ലാതെ ഒരു പദം ഞാനും പറഞ്ഞിട്ടില്ല. മീഡിയ തന്നെ നിങ്ങളോട് സ്വയം ചോദിക്കേണ്ട ചോദ്യമാണത്. നിങ്ങൾ UDF അല്ല, കേരളത്തിൽ ചർച്ചയായി. കാരണം വെച്ചാൽ കേരള കോൺഗ്രസ് അവരുടെ മേഖലയിലൊക്കെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റു. പറയട്ടെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റു. അപ്പോൾ ഇനി അവരിടത് മുന്നണിയിൽ നിൽക്കുമോ എന്നുള്ള ചർച്ച ആയി. ആരാ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഞങ്ങളല്ല. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ ജയിച്ചിരിക്കുന്നവർ ചർച്ച ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ അതിൽ പ്രതീക്ഷ അർപ്പിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് നിലപാട് അവരെടുത്താലും ഞങ്ങളെ ബാധിക്കൂല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു പൊതു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ആശയപരമായി യോജിക്കുന്നവർ വന്നാൽ എടുക്കാം. അവരോട് ആശയപരമായി വിയോജിപ്പൊന്നുമില്ലല്ലോ. അതുകൊണ്ട് വന്നാൽ സ്വാഗതം ചെയ്യും എന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ആ അജണ്ട അവർ വരുന്ന കാര്യം അവർ വേറെ കക്ഷിയിലിരിക്കുന്നതല്ലേ, മുന്നണിയിലിരിക്കുന്നതല്ലേ. എന്താ? അല്ല, ഇല്ല, ഇപ്പം ചർച്ച നടക്കുന്നില്ല. ഇന്നലെ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് അവർ പറഞ്ഞില്ലേ? അല്ല, അത് പിന്നെ വേറൊരു അജണ്ടയാണ്. അത് ഞങ്ങളിപ്പോൾ അതിലേക്ക് കടന്നിട്ടില്ല. 20-ാം തീയതി അസംബ്ലിക്ക് എല്ലാവരും കൂടി തിരുവനന്തപുരത്ത് ഒത്തുകൂടുന്നുണ്ട്. ആ സമയത്തൊക്കെ അതിനുള്ള സമയം കണ്ടെത്താൻ ഇല്ല. ഞങ്ങൾ അങ്ങനെയല്ല. അതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഗിനെ അറിയിക്കുന്ന സീറ്റുകൾ എന്ത് എന്നുള്ളതൊക്കെ പിന്നെ ഞങ്ങൾക്കും അറിയാം, അവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന അർത്ഥത്തിൽ, നിങ്ങൾ ആക്കി തീർക്കാൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ അല്ല അത് നടക്കുക. മനസ്സിലായില്ലേ? ഞങ്ങൾ വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ ചർച്ചകൾ നടക്കും. പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി ഏതായാലും ഇന്ന് ചർച്ചയായിട്ടുണ്ട്, വൈറലായിട്ടുണ്ട്. ഞാൻ കണ്ടു, അത് ഞാൻ ശ്രദ്ധിച്ചു. അതേ ഇപ്പം മീഡിയയിൽ കണ്ടുള്ളൂ. മറ്റൊന്നും ഇന്നലെ നടന്ന സംഭവമില്ല, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അല്ല, അത് നിങ്ങൾക്ക് തന്നെ കൊടുക്കണ്ടെന്ന് തോന്നിയോണ്ടാവും. മീഡിയയിൽ ഞാൻ കണ്ടിട്ടില്ല. അത്ര അപ്രസക്തമാണ്. അതൊക്കെ സംബന്ധിച്ച് പിന്നെ വളരെ വിശാലമായി തീരുമാനമെടുക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇത് സംബന്ധിച്ചുള്ള അവസാന കാര്യം നമുക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ അറിയാമെന്നേ പറയാം.